ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ നാളായിരുന്നു ക്രാഫ്റ്റുകൾ ചെയ്തിട്ട് അല്ലേ. കാരണം ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും സാഹചര്യവും ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വർക്കായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യമേ ചെയ്യാനുള്ളത് ഒരു മുന്തിരി കളറൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു കളർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ബ്ലൂ കളറും റെഡ് കളറും പിന്നെ നമ്മൾ വൈറ്റും കൂടെ ചേർത്തിട്ട് നല്ലൊരു ഗ്രേപ്പ് കളർ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യമേ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ റെഡും ബ്ലൂവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഡാർക്കായിട്ടുള്ള ഒരു കളർ നമുക്ക് കിട്ടും ഇതേപോലെ. അപ്പോൾ നമുക്ക് കളർ ഇല്ലെങ്കിൽ എക്സാക്റ്റ് ആ കളർ ഇല്ലെങ്കിൽ നമുക്ക് കളർ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് ലൈറ്റാക്കി എടുക്കാനായിട്ട് നല്ല വൈറ്റ് കളറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ലൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറോട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലൈറ്റായിട്ട് വേണോ അതിനനുസരിച്ച് വൈറ്റ് കളർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ലൈറ്റ് കളർ കിട്ടും. അപ്പോൾ ഈ ഒരു 3 കളേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. റെഡ് കളറ്, പിന്നെ ബ്ലൂ കളറ്, ബ്ലൂ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ബ്ലൂ ആണ് എടുക്കേണ്ടത്, പിന്നെ വൈറ്റ് കളർ. ഈ 3 കളറുകൾ മിക്സ് ചെയ്താൽ നല്ല ഗ്രേപ്പ് കളർ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിതുപോലെ വരച്ച് കാണിക്കാം. അപ്പോൾ ഈ ഒരു കളറിൽ ഷെയ്ഡിൽ കിട്ടും. ഇനി നമുക്ക് ഗ്രേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിലേക്ക് ഗ്രേപ്പ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഈ വൈറ്റ് കളറിലുള്ള ഈ ഒരു എന്താ ഇതിന് പറയുന്നത്, തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിതുപോലെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അതായിരിക്കും നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഈ ഒരു കളറാക്കി കിട്ടാനായിട്ട് എളുപ്പം ഒരു മാർഗ്ഗമാണ്. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുപ്പിയിലേക്ക് ഒട്ടിച്ചിട്ട് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു മാർഗ്ഗമാണ്. ഇനി നമ്മൾ ഗ്രേപ്പിൻ്റെ ലീഫ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു മോഡൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ആ ഒരു ത്രെഡ് നമ്മൾ നന്നായിട്ട് ഗ്രീൻ കളറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ത്രെഡ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താലും മതിയാവും. ഇത് നമ്മൾ നേരത്തെ തന്നെ ബേസ് കോട്ട് നല്ല വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ചിട്ട് ചെയ്ത് വെച്ചിരുന്നൊരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു സ്റ്റെമ്മ് വരുന്ന പോലെ, നമ്മൾ ഗ്രേപ്പിൻ്റെ സ്റ്റെമ്മ് വരുന്ന പോലെ ഈ ത്രെഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാ ഫെവിക്കോൾ കൊണ്ട് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കണേ. നമുക്ക് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ 2 സൈഡുകളിലായിട്ട്, ഒന്ന് ടോപ്പിലും കുപ്പിയുടെ ടോപ്പ് വശത്തും, അതായത് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തും, പിന്നെ നമ്മൾ താഴേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2-3 എന്താ പറയുക സ്റ്റെമ്മ് വരുന്ന രീതിയിൽ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഗ്ലൂ ആക്കി കൊടുക്കാം. ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ട്. മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തിട്ട് കുറച്ചേറെ നാളായിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം നമ്മൾ കുറേ നാൾ മുൻപ് ചെയ്തപ്പം ഇതേ മോഡൽ തന്നെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് മാണിക്ക ചെമ്പഴുക്കയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മളൊരു ഗ്രേപ്പിൻ്റെ ഷേപ്പ് കൊണ്ടുവരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കണേ. അപ്പോൾ സ്റ്റെമ്മ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് സമയം കൊടുത്താൽ മതി. ഈ ഒരു ഫെവിക്കോൾ കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും ഇത്. അപ്പോൾ 3 സ്റ്റെമ്മുകളും ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഹോം ഡെക്കറായിട്ട് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണിത്. നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ 3 സ്റ്റെമ്മുകളൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് സ്റ്റെമ്മിലും അതിൻ്റെ ആ പുറത്ത് ഭാഗത്തേക്കൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു മുന്തിരിക്കൊല വരുന്ന ഒരു രീതിയിൽ അങ്ങ് തേച്ച് കൊടുത്താൽ മതിയാവും. പ്രത്യേകിച്ച് ഒരു ഓർഡറൊന്നും വേണ്ട. ഇതുപോലെ നന്നായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കളർ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മുത്ത്, നമ്മുടെ തെർമോക്കോൾ മുത്ത് ഇതിനകത്തേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കളർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് എടുത്താൽ കയ്യിലെല്ലാം ആകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ബ്രഷൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഓർഡർ ചെയ്ത് നന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂ ആക്കിക്കൊണ്ട് തന്നെ നന്നായിട്ട് അവിടെ സ്റ്റിക്ക് ആയിക്കോളും അത്. അപ്പോൾ ഇതേപോലെ അതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒരുപാട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ വീടുകളിൽ ഇതിങ്ങനെ തന്നെ ചെയ്ത് വെക്കാനായിട്ട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ചാനൽ ഇറ്റ്സ് മീ അമലൂസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ അവരോടായിട്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസ് ഒരുപാട് നമ്മുടെ ഇറ്റ്സ് മീ അമലൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണുള്ളത്. അപ്പം കാണാൻ താല്പര്യമുള്ളവരും അതുപോലെ ഇതൊക്കെ കണ്ട് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു രീതിക്ക് ഇങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് കളർ ആയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് അന്നേരം തന്നെ ഒന്ന് തൂത്ത് കളയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൽ കളറൊന്നും വരാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അന്നേരം തൂത്ത് കളയോ അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുകയോ ചെയ്യണേ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം.
ഇതേ രീതിയിൽ നമ്മൾ മേളിൽ കൊടുത്തിരുന്ന സ്റ്റെമ്മിനേക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ മേളിലേക്ക് സ്റ്റെമ്മിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. താഴെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മേളിലും ഇതേ രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതോടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീഫ് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ താഴെ മേളിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ചുമ്മാ പ്ലെയിനായിട്ട് ഒട്ടിച്ച് കൊടുക്കരുത്. നമ്മുടെ ലീഫിൻ്റെ അതായത് ആ തണ്ട് വശം മേളുവശവും അതുപോലെ ലീഫിൻ്റെ അറ്റം വശം ബോട്ടം വശവും മാത്രമേ ഒട്ടിച്ച് കൊടുക്കാവുള്ളൂ. കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ച് കൊടുക്കരുത്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പൊങ്ങി നിൽക്കണം. ഒരു 3D ലുക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ 2 സൈഡുകൾ ലീഫിൻ്റെ 2 വശങ്ങൾ മാത്രമേ ഒട്ടിച്ച് കൊടുക്കാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഭംഗി. കാരണം ഇതിങ്ങനെ പൊങ്ങി നിൽക്കണം. നല്ല ഭംഗിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിക്കാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുതേ. ഇനിയും ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് വരാനായിട്ട് ഞാൻ ശ്രമിക്കാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.